തൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തിയെ ദൈവം ശ്രദ്ധയോടെ കാണുകയും അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയും ചെയ്യുന്ന ഒരു വാഗ്ദത്തം നമുക്ക് വേണ്ടി ദൈവം നമുക്കത് തന്നിട്ടുണ്ട്. തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരുവൻ പോലും ലജ്ജിച്ചു പോകയില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവണം. വചനം അവിടെ ഉണ്ടെങ്കിലും ആ ഉറപ്പ് അതാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരുവനെ പോലും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തൊരു കർത്താവ്. ലോകത്തിൻ്റെ മുന്നിലൊക്കെ നമ്മൾ പലപ്പോഴും ലജ്ജിക്കാറുണ്ട്. പല കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് ലജ്ജിച്ചു പോകേണ്ട, നാണം കെട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ട് ലജ്ജിച്ചു പോകേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്. പലയിടങ്ങളിൽ നമ്മൾ കടന്നു പോയിട്ട് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ പരാജയമില്ലാത്ത, ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. പഴയ നിയമത്തിലൂടെ വളരെ നേരം നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പ്രിയ ദാസനിലൂടെ നിങ്ങൾക്ക് കൃപ ലഭിച്ചു. 80-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി പഴയ നിയമ ദൈവ പരിപാലനവും ദൈവത്തിൻ്റെ കരുതലും ഇസ്രയേലിനെ സൂക്ഷിച്ചതും മുന്തിരിവള്ളിയെ എടുത്ത് വീണ്ടും ഒരു പ്രദേശത്ത് നട്ട് വളർത്തി അതിനെ ഫലപ്രദമായ വൃക്ഷമാക്കി തീർത്ത ചരിത്രം വളരെ മനോഹരമാണ്. അതിൽ നിന്ന് നമുക്ക് ആധുനിക അല്ലെ പുതിയ കാലത്തിൻ്റെ, പുതിയ യുഗത്തിൻ്റെ, പുതിയ നിയമത്തിൻ്റെ, ഈ ജീവിതത്തിൻ്റെ ആ വലിയ വശത്തിലേക്കൂടെ കടന്നു പോകേണ്ടിയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിന്ന് പറയാൻ അല്പനേരം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നതിന് ഉപോത്ബലകമായി മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ ഒരു കാര്യം 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ വായിച്ചതാണ്. 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വചനത്തിലേക്ക് കടക്കാം. നാം ഇനിയും ചിന്തിക്കുന്ന വചനത്തിലേക്ക്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. അതിൻ്റെ 7-ാം വാക്യത്തിലുണ്ട്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. അതിൻ്റെ 19-ാം വാക്യത്തിലുമുണ്ട്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം 3 റിപ്പീറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ കഥകൾ, അതിൻ്റെ ചരിത്രങ്ങൾ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അതിൻ്റെ പിന്നാമ്പുറം ഒക്കെയും ജോസഫിൻ്റെ ചരിത്രം മുതലൊക്കെയും നമ്മൾ ഗ്രഹിച്ചു മനസ്സിലാക്കി. ഞാൻ അതേ ഒന്നും പോകുന്നില്ല. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണേ എന്ന് 3-ാം വാക്യത്തിൽ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണേ എന്ന് 7-ാം വാക്യത്തിൽ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് 19-ാം വാക്യത്തിൽ. അത് മറച്ചു വയ്ക്കുക. എന്താണ് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത്? അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നതുമായിട്ട് വ്യത്യാസം ഉണ്ടാവാം. അവിടെ എഴുതിയിരിക്കുക ടേൺ അസ് അഗെയിൻ ഓ ലോഡ് എന്ന്. ടേൺ അസ് അഗെയിൻ ഓ ലോഡ്. ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? തിരിക്കുക. വണ്ടി ടേൺ ചെയ്യത്തില്ല. ടേൺ അസ് അഗെയിൻ, ഞങ്ങളെ വീണ്ടും തിരിക്കണമേ ദൈവമേ നിന്നിലേക്ക് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ദൈവമേ ഞങ്ങളെ വീണ്ടും നിന്നിലേക്ക് തിരിക്കണമേ. ദൈവത്തിലായിരുന്നു. അതാണ് ദൈവദാസന് കൂടെ നമ്മൾ കേട്ടത്. മിസ്രയിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന ചരിത്രമൊക്കെ വളരെ മനോഹരമായി ദൈവദാസന് കേട്ടു. ഇന്ന് അവിടെ നിന്നും മാറിപ്പോയി. ഇന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ടേൺ അസ് അഗെയിൻ ഓ ലോഡ്, ദൈവമേ ഞങ്ങളെ നിന്നിലേക്ക് വീണ്ടും തിരിക്കണമേ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഞങ്ങളിലേക്ക് വീണ്ടും തിരിക്കണമേ എന്നാണ് കാത്തോലിക്ക ബൈബിൾ. വേറെ ചില ബൈബിളിലൊക്കെ അങ്ങനെ. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ ധനം എന്ന് പറയുന്നത്. ഞങ്ങളെ വീണ്ടും നിന്നിലേക്ക് തിരിക്കണമേ. ഈ തിരിക്കുവാൻ കഴിയാതെ നാം നമ്മുടെ നിലപാടിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവിക കൃപ അനുഭവിക്കുവാൻ സാധ്യമല്ല. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളതും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം ഇന്നത്തെ നമുക്ക് ചിന്തയ്ക്കായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഗലാത്തിയ കഴിഞ്ഞ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അനുഗ്രഹകരമായ വാക്യം. എല്ലാവരും കണ്ടവരെല്ലാവരും ഒന്ന് ചേർന്നൊന്ന് വായിച്ചേ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തുകയാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്താണ് നാം ചിന്തിക്കുന്നത്? ഇവിടെ എന്താണ് പൗലോസ്? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം. നമ്മളെല്ലാം പല ബുദ്ധിമുട്ടുകളും പല പ്രതിസന്ധിയിലും ഒക്കെ ഉള്ളവർ. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ ആരും ഇരിപ്പില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാനും ദൈവദാസനും കുഞ്ഞുങ്ങളും എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഓരോ നിലവാരത്തിൽ ഓരോ തലത്തിലാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം ഭൗതിക ധനമല്ല. ദൈവത്തിൻ്റെ സ്വർഗീയ അളവറ്റ ധനമാണ് മഹത്വത്തിൻ്റെ ധനം എന്ന് പറയുന്നത്. ഭൗതിക സമ്പത്തെല്ലാം ഒഴിഞ്ഞു പോവും, ഭൗതിക ധനമെല്ലാം നഷ്ടപ്പെട്ടു പോവും. CJ റോബിൻ, അങ്ങനെ എന്തോ പേര്, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, 55,000 കോടി രൂപ ആസ്തിയുള്ള വ്യക്തി. ഈ TV ഷോയിലൊക്കെ കുട്ടികളുടെ പാട്ട് പരിപാടിയിൽ സ്റ്റാർ സിംഗറൊക്കെ പരിപാടി സ്പോൺസർ ചെയ്ത് നിങ്ങൾക്കറിയാം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അതിൻ്റെ ചെയർമാനാണ് CJ റോയ്. ചെറുപ്പക്കാരന് 50 അല്ലെങ്കിൽ 55 താഴെയുള്ളൂ പ്രായം. ഒരു സുപ്രഭാതത്തിൽ സ്വയം തോക്കെടുത്ത് തന്നെ വെടിവെച്ചത്. മനോരമയിലൊക്കെ പ്രത്യേകം വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ന്യൂസ് ഇതൊക്കെ ആയിരുന്നു. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഈ വിഷയങ്ങളായിരുന്നു. അവൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് കോൺഫിഡൻസ് എന്നാണ്. ആത്മധൈര്യം, ഉറപ്പെന്ന അവൻ്റെ കമ്പനിയുടെ പേര്. കോൺഫിഡൻസ് ഗ്രൂപ്പ്, ഉറപ്പുള്ള ഗ്രൂപ്പ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെയാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നപ്പോൾ ഏതോ ഓഡിറ്റുകാരോ ഏതെങ്കിലും ഒരു പാർട്ടികളോ ഓഡിറ്റുകാർ വന്നപ്പോൾ അവൻ സ്വയം തൻ്റെ സ്റ്റോക്കെടുത്ത് വെടിവെച്ചു. സ്വന്തമായി വിമാനമുള്ളവനാണ്, സ്വന്തമായി വലിയ പാർട്ടിയാണ്, നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത. എന്തിയെ തീർന്നു? ധനം അതാരെയും സുരക്ഷിതമാക്കുന്നില്ല. ധനം കൊണ്ട് ഞാൻ സുരക്ഷിതനാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. ധനം ഒരു വ്യക്തിയെ പോലും ധനം ഒരു വ്യക്തിക്കും സംരക്ഷണം കൊടുക്കുന്നില്ല. ഒരു വ്യക്തിക്കും തൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ധനത്തിനെ കൊണ്ടാവില്ല. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ ഒത്തിരി ധനമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് സ്വപ്നത്തിൽ വിചാരിക്കരുത്. ഇന്ന് നിൻ്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ ഉണ്ടാക്കിയതൊക്കെ ആരുടേതെന്ന് ചോദിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു വലിയ ധനികനായ യുവാവ്, ഞാൻ എൻ്റെ കളപ്പുര വലുതാക്കും, ഗോഡൗൺ നിറയെ ഈ പ്രാവശ്യം നെല്ലും ഗോതമ്പൊക്കെ കിട്ടി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഗോഡൗൺ ഒന്നുകൂടെ പണിയണം. യേശുവിൻ്റെ അടുത്ത് പോയാൽ ഞാൻ എൻ്റെ കളപ്പുര വലുതാക്കും എന്ന് പറഞ്ഞാൽ ഗോഡൗൺ എന്നാണ് എഴുതിയിരിക്കുന്നു. ഗോഡൗൺ നിറയെ സാധനം. ഇനി അടുത്ത പ്രാവശ്യം വിളവ് കൂടും, ഗോഡൗൺ വീണ്ടും കൂട്ടും. എന്നിട്ട് അതിൻ്റെ മുന്നിൽ കസേരയിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ബൈബിളിലെ വാക്യം ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. യേശു കർത്താവ് പറഞ്ഞു, നിന്റെ ആത്മാവിനെ തന്നവൻ ചോദിച്ചാൽ നിൻ്റെ ഗോഡൗണും നിൻ്റെ കസേര, നിൻ്റെ 2 അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളും, നിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നിൻ്റെ ഏലത്തോട്ടവും എല്ലാം ആരുടേതായി മാറും. പണമാർക്കും ജീവിതത്തിന് സുരക്ഷിതത്വം തരത്തില്ല. പ്രിയമുള്ളവരെ, സമ്പത്താർക്കും സുരക്ഷിതത്വം തരത്തില്ല. സമ്പത്താരെയും സൂക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം എന്താണ്? അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ വളരെ ഗഹനമായ കാര്യമാണ്. തൻ്റെ മഹത്വത്തിൻ്റെ ധനം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എഫേസ്യ 2
2-ാം അധ്യായത്തിൻ്റെ 18. ആ ആ എഫെസ്യ 1:18 മുതൽ വായിച്ചാട്ടെ. വെട്ടക്കുറവുകൊണ്ടാണ്, ക്ഷമിക്കണം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി, പൗലോസ് എഫേസ്യ സഭയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനങ്ങൾക്കെല്ലാം 5-6 കാറ് കൊടുക്കണേ, 3-4 വീട് കൊടുക്കണേ, 2 നില കെട്ടിടം കൊടുക്കണേ, വയനാട്ടിൽ 5-6 ഏക്കർ റബ്ബർ തോട്ടം, ഏലത്തോട്ടം കൊടുക്കണേ, ഇവിടെ വലിയ സ്ഥാനം കൊടുക്കണേ, 5 അക്ക ശമ്പളമുള്ള ജോലി കൊടുക്കണേ. ഇങ്ങനെയൊന്നുമല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ഇത് പൗലോസിൻ്റെ നിരവധി പ്രാർത്ഥനകൾ ബൈബിളിലുണ്ട്. അതിലെ ഒരു പ്രാർത്ഥനയാണ് എഴുതി വച്ചിരിക്കുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥനയാ, തനിക്ക് വേണ്ടിയല്ല, ആ എഫേസ്യരിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിനും ഇവരുടെ ഹൃദയക്കണ്ണ് തുറക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കും. ഇതാണ് ദൈവത്തിൻ്റെ ധനം. പ്രിയമുള്ളവരെ, ഇതാ ദൈവത്തിൻ്റെ ധനം. പൗലോസ് ഇതാ പ്രാർത്ഥിച്ചത്. ഇന്ന് ലോകം ഓടുകയാണ്. 1 കോടി രൂപ വേണോ? തൊണ്ട മോൻ ഇപ്പം നമ്പർ കുത്തിവെച്ച് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് മനോരമ കോമഡി കണ്ടിട്ടില്ലേ ഓരോ സ്വതന്ത്ര സഭകളിൽ? ഇതിനെ കോടി പുളി ഇങ്ങനെ വെച്ചിരിക്കുക. അതുപോട്ടെ, എന്തുവാട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഇത് ചെയ്യും. പൗലോസ് പ്രാർത്ഥിച്ചത് ഇതാ, അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ ബലം ഗ്രഹിക്കാൻ ദൈവമേ ഈ ഇരിക്കുന്ന മക്കൾക്ക് ദൈവം കൃപ കൊടുക്കണമേ. ഇതാണ് അവൻ്റെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഇതിന് പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, ക്രിസ്തുവേശുവിൽ തീർത്തു തരും. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ജയിലിനകത്താണ്. പൗലോസ് തടവിൽ കിടക്കുമ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ പാവം പിടിച്ച ജനങ്ങൾ ചെറിയ പിരിവെടുത്തിട്ട് പൗലോസിനെ അടുക്കൽ എത്തിക്കുന്നു. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നതാണ് ഇത്. അവിടെ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, അവരുടെ ഔദാര്യം നിങ്ങൾക്ക് കുറവ് വരുത്തത്തില്ല. നിങ്ങളുടെ ഔദാര്യം. ആ ഫിലിപ്പിയ ലേഖനം തന്നെ 4:11-12 ഒന്ന് വായിച്ചേ. ആ ഫിലിപ്പിയ ലേഖനം 4:11-12. ഹല്ലേലൂയ. ആ ആ ആ ആ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടി ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പൗലോസ് പറയാണ്. നമുക്കെന്നും പരിദേവനമാണ്. നമ്മൾ അയലോക്കക്കാരനെ നോക്കിയാണ് നമ്മുടെ വേദന. അയലോക്കാരനില്ലെങ്കിൽ പ്രശ്നമില്ല. അയൽവാസിയെ നോക്കിയിട്ടാണ് നമ്മുടെ നെഞ്ചുവേദന. അവൻ്റെ ലെവല് കണ്ടോ? അവൻ്റെ ലെവല്, ആ ലെവലില്ല. അതാണ് എൻ്റെ വേദന. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടു കൂടി ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്തത് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. പ്രിയമുള്ളവർ, ഇതൊക്കെ എന്തൊരു മനോഹരമായ വചനങ്ങളാണ്. താഴ്ചയിലിരിക്കാൻ, ബുദ്ധിമുട്ടിലിരിക്കാനും ഉള്ള ദൈവം തരുന്ന സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും പട്ടിണിയിരിക്കാനും എനിക്കറിയാമെന്ന് പൗലോസ് പറയും.
വയറ് നിറഞ്ഞ് തൃപ്തനായിരിക്കാനും പട്ടിണിയായിട്ടിരിക്കാനും എനിക്കറിയാം. ആ, കാരണം എന്താ? കാരണം എന്നെ ശക്തനാക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. അതുകൊണ്ടാ അല്ലെങ്കിൽ ആരും ഇരിക്കത്തില്ല. ഒന്ന് ഉപവാസം ഇരിക്കാൻ പറഞ്ഞ ആരോടേലും, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, കോമൺ ആയിട്ട് പറയും, അവൻ തെറ്റിദ്ധരിക്കരുത്. വലിയ ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ മസിൽ പിടിച്ചൊക്കെ അങ്ങ് ഇരിക്കും. പട്ടിണി ഇരിക്കാൻ എനിക്കറിയാവുന്ന പൗലോസ് പറയുക, സമൃദ്ധിയായിട്ടിരിക്കാനും അറിയാം. ഞാൻ ഇതിലെല്ലാം പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം എന്നെ ശക്തനാക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. സകലതിനും മതിയായവനാ. പൗലോസ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വന്ന് എന്നെ ശക്തനാക്കുന്നത് ആരാ? ഒന്ന് ചിന്തിച്ചു, സ്വയം ശോധന ചെയ്യുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശക്തിയുണ്ട്. എന്നെ ശക്തനാക്കുന്നത് ബന്ധങ്ങളാണോ? എന്നെ ശക്തനാക്കുന്നത് ബാങ്ക് ബാലൻസ് ആണോ? എന്നെ ശക്തനാക്കുന്ന എൻ്റെ വീടിൻ്റെ അവസ്ഥയാണോ? എന്നെ ശക്തനാക്കുന്ന എൻ്റെ സ്നേഹിതനാണോ? എന്നെ ശക്തനാക്കുന്ന എൻ്റെ കൂട്ടുകാരനാണോ? ആരാ നിന്നെ ശക്തനാക്കുന്നത്? നിനക്ക് ശക്തി തരുന്നത് ആരാണ്? എന്നെ ശക്തനാക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. അവൻ കൈവിട്ട് കളയത്തില്ല. അവൻ ഉപേക്ഷിച്ചേച്ചു പോകത്തില്ല. അവൻ പാതി വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. അവൻ ക്ഷീണിച്ചു ഇനി നാളെ വരാമെന്ന് പറഞ്ഞു പോകത്തില്ല. നിന്റെ ഭാരം എൻ്റെ മേ വെച്ചുകൊള്ളുക, ഞാൻ ഇവിടുന്ന് പത്തനംതിട്ട വരെ കൊണ്ടുതരാം, ബാക്കി നീ കൊണ്ടുപോക്കോ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? നിന്റെ ഭാരം എൻ്റെ മേൽ വെക്കുക, ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ പരിപാലിച്ചു കൊള്ളാം. പക്ഷെ നമ്മൾ ഭാരം ദൈവത്തിൻ്റെ മുന്നിൽ വെക്കത്തില്ല. പൗലോസ് പറയുന്നു, സമൃദ്ധിയിലിരിക്കാൻ അറിയാം, ദാരിദ്ര്യത്തിലിരിക്കാൻ അറിയാം, വിശന്നിരിക്കാൻ അറിയാം, ഭക്ഷിച്ച് തൃപ്തനായിരിക്കാനും അറിയാം, ഞെരുക്കത്തിലിരിക്കാൻ അറിയാം. ഞാൻ അതൊക്കെ ശീലിച്ചതും എന്നെ ബലപ്പെടുത്തുന്നതും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഞാൻ എൻ്റെ സമർപ്പണം, വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത് ലേഖനങ്ങളിലേക്ക് അധികം പോകാതെ ലളിതമായ രീതിയിൽ പറയുകയാണ്. യേശു ക്രിസ്തു 3 ദിവസം ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടത്തി, പ്രസംഗം നടത്തി. കൺവെൻഷനല്ല, ഇവിടുത്തെ കൺവെൻഷൻ ചുമ്മാ ഒരു ഫോർമാലിറ്റിന്നേ ഉള്ളൂ. യേശു ഒരു സ്ഥലത്ത് 3 ദിവസം പ്രസംഗിച്ചു. അപ്പോൾ ആ പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ, അത് കേട്ടുകൊണ്ടിരുന്നവർ അന്നേരം വന്നവരല്ല. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, എടുക്കണ്ട. യേശു പറയുന്നു, ഈ ജനം 3 ദിവസമായി എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഈ ജനം 3 ദിവസമായി എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വന്നവരാ ഇവര്, പോകുന്നില്ല. ഇവർക്ക് വിശക്കുന്നു. ഇത് പറഞ്ഞതാരാ? പ്രസംഗിക്കുന്ന പ്രാസംഗികനാ പറഞ്ഞത്. ഈ ജനം 3 ദിവസമായി നമ്മോട് കൂടെയുണ്ട്, ഇവർ വിശക്കും, വഴി തളർന്നു വീഴും. ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നെങ്കിൽ എൻ്റെ ഭൗതിക ഞെരുക്കമോ എൻ്റെ ഇല്ലായ്മയോ എൻ്റെ കുറവുകളോ എൻ്റെ ശൂന്യതയോ നീ അറിയുന്നതിനേക്കാൾ മുന്നേ അറിയുന്നവനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിൻ്റെ ഇരിപ്പിൻ്റെ ഉള്ളടക്കം എന്തെന്ന് തിരിച്ചറിയാൻ അവ ശിഷ്യനോട് പറയുകയാണ്, ഇവർ 3 ദിവസമായി എൻ്റെ കൂടെയുണ്ട്, ഇവർ വഴിയിൽ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്, ഇവർക്ക് തിന്മാൻ നിങ്ങൾ കൊടുക്കുക. അവിടെ വേറെ ഒത്തിരി കാര്യം, ഞങ്ങളുടെ ഒന്നും പൈസ ഇല്ല, ഇപ്പോൾ രാത്രി ഈ സമയത്ത് എവിടുന്ന് കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനത് മാറ്റി വെക്കാം, അതിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. അപ്പോൾ ഒരു ബാലകൻ, നിങ്ങളുടെ കയ്യിൽ എന്ത്? യേശു ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതെന്തോ ഒരു ചോദ്യമാണ്. 5000 ജനങ്ങൾക്ക് ഏതായാലും മനുഷ്യർ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. എൻ്റെ കൂടെ ഒരാളെ ഉള്ളെങ്കിൽ, ബാബുജിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പകുതി എനിക്ക് തരും, ചിലപ്പം താല്പര്യമുള്ളത്. ഈ 5000 ജനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇത് ചാക്ക് പടി ലോറി കണക്കിന് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്തിനാ യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ഒരു ചെറുക്കൻ അല്ലെ ഒരാൾ പറഞ്ഞ 5 അപ്പവും 2 മീനും ഒരു കൊച്ചൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ 5000 പേർക്ക് കൊടുക്കാൻ പറ്റുമോ? എടാ, അതൊന്നും അല്ല ചോദിച്ചത്. അതുകൊണ്ട് എന്തോ പറ്റും, നമ്മളങ്ങനല്ലേ പറയത്തുള്ളൂ. എന്തിനാണ് യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഇത് നമ്മൾ ആത്മീയമായി ഗ്രഹിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിനറിയാം ഈ മനുഷ്യർ 3 ദിവസമായിട്ട് ഇവിടെ നിൽക്കുക. ഇവർ തളർന്നു പോകുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കഴിക്കാനെന്നുള്ളത് തന്നെയല്ലേ? അതല്ലേ ഇതിൻ്റെ വ്യക്തം. ഇവർ തിരിച്ചു പോകുമ്പം വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചത്? ഏതോ ഒരു കുഞ്ഞു ബാലകൻ്റെ കയ്യിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 5 ദോശയുണ്ട്, അമ്മ കൊടുത്ത് വിട്ടായിരിക്കും. 2 മത്തി വറുത്തതുകൊണ്ട് അങ്ങനെ കൂട്ടിയാൽ മതി.
5 അപ്പവും 2 മീനും. അതുകൊണ്ട് ഈ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതിലൊത്തിരി മാർമികാർത്ഥമുണ്ട്. കർത്താവ് അതിനെയാണ് വർദ്ധിപ്പിച്ചത്. ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കണമെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഓഫ് ഫെയ്ത്ത്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ ആ കൂട്ടായ്മ കൂടെ ദൈവത്തിന് ആവശ്യമാണ്. എൻ്റെ കോൺട്രിബ്യൂഷൻ, എൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ട്? ദൈവം നന്മ തരാൻ മഹാമനസ്കനും ദീർഘക്ഷമയുള്ളവനാ. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മെ ക്രിസ്തു യേശുവിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാ. അതിൽ എൻ്റെ കയ്യിൽ അവൻ്റെ മുന്നിൽ കാഴ്ചവെക്കുവാൻ എന്തുണ്ട്? എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തുണ്ട്? എന്താണ്? 5 അപ്പം 2 മീൻ. മീൻ പ്രകൃതിയിൽ നിന്ന് ദൈവം തരുന്നതാ. അപ്പം മനുഷ്യൻ്റെ അധ്വാനമാണ്. മരത്തിൽ നിന്ന് 2 അപ്പം പറിച്ചെടുക്കാൻ പറ്റുമോ? തെങ്ങേ കയറി 3 അപ്പം പൊട്ടിച്ചെടുക്കാൻ, അല്ലെ പറിച്ചിളക്കിയെടുക്കാൻ പറ്റുമോ? ഒരു ഗോതമ്പ് മണി അപ്പമായി തീരണമെങ്കിൽ 6 മാസം സമയം വേണം. അത് നട്ട് കിളിർത്ത് വിളർന്ന് അത് പൊടിച്ച് കുഴച്ച് ഗോതമ്പപ്പമാക്കണമെങ്കിൽ മനുഷ്യൻ്റെ അധ്വാനം. മത്സ്യം കടലിൽ നിന്ന് ദൈവം തരുന്നതാ. അതിനെയാ നിന്റെ അധ്വാനവും ദൈവത്തിൻ്റെ ദാനവും ഒന്നിച്ചു ചേരുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വലിയ അളവറ്റ വലിപ്പത്തെ നൽകുന്നവനാ. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ എന്താണ് ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ളത്? എനിക്കെന്താ കൊടുക്കാനുള്ളത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതല്ലേ, ഞാൻ ചെയ്തതൊന്ന് നീ ഓർക്കണേ എന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചെങ്കിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഗ്യാരണ്ടി ഉണ്ടല്ലേ? അത് ഞാൻ പണ്ട് നിനക്ക് 100 രൂപ തന്നില്ലയോ എന്ന് ചോദിക്കണമെങ്കിൽ 100 കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധി. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കർത്താവ് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദാസനെ ദാസിയെ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ദൈവം ഇത് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ സമ്പത്തല്ല, എൻ്റെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമാണ് എൻ്റെ മുന്നിലുള്ളതെങ്കിൽ, കർത്താവേ എൻ്റെ ഹൃദയം ഇതാ ഞാൻ നിൻ്റെ മുന്നിൽ തരുന്നു. എൻ്റെ തകർന്ന ഹൃദയം നിൻ്റെ മുന്നിൽ തരുന്നു. എൻ്റെ വിഷമിച്ച മനസ്സ് നിൻ്റെ മുന്നിൽ തരുന്നു. ആരും കാണാതെ ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞത് നിൻ്റെ മുന്നിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കണ്ണുനീർ തുള്ളികളെ നിൻ്റെ കൈവെള്ളയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തരാൻ ഈ കണ്ണുനീർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ ഫോർമാലിറ്റി ആകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ അവനിൽ വ്യാപരിക്കുന്ന വല്ലഭത്വത്തിൻ്റെ അളവറ്റ വലിപ്പം ഗ്രഹിക്കേണ്ടതിനും ആ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഗ്രഹിക്കേണ്ടതിനും ഇവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണേ. അല്ലാതുള്ള പ്രാർത്ഥനകളെല്ലാം ജൽപ്പനങ്ങളാണ്. ഹല്ലേലൂയ. ആ ഫിലിപ്പിയ ലേഖനം അവസാനിക്കുന്ന അവസാനത്തെ വാക്കൊന്ന് വായിച്ച്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും ഇരിക്കുന്നിടത്തെല്ലാം ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവോടും കൂടി ഇരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടും കൂടിയിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടും കൂടിയിരിക്കട്ടെ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു ചെറിയ സമയം കൂടെ പറയാൻ സമയക്കുറവാണെങ്കിലും ഞാൻ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്താ പറയുന്നത്? എടുക്കുന്നതിന് മുമ്പ് ആർക്ക് പറയും? നമ്മൾ വളരെ ലളിതമായ കാര്യത്തിലേക്ക് പോയി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത്? കാനായിലെ കല്യാണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ പിന്നെ ഞാനും അതൊന്നും എടുത്തോട്ടെ. അതിൻ്റെ തുടക്കവാക്യം എങ്ങനെയാണ്? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യരെയും കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എന്തോ ബന്ധത്തിൽപ്പെട്ട ചിറ്റമ്മയുടെ കൊച്ചമ്മയുടെ ആരുടെയും ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അടുത്ത ബന്ധു അല്ലെങ്കിൽ ചേട്ടത്തിയുടെയോ ചേട്ടൻ്റെ ആങ്ങളയുടെയോ അല്ലെ അനിയൻ്റെയോ ഒക്കെ മക്കളുടെ കല്യാണം നമ്മൾ തലേന്നേ അവിടെ ചെല്ലും, അല്ലെങ്കിൽ എപ്പോഴും അവിടെ കാണും എന്തെങ്കിലും കാര്യത്തിന്.
യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു വരണമെന്നില്ല. യേശുവിനെ ശിഷ്യരെയും സെപ്പറേറ്റ് ക്ഷണിച്ചു. അമ്മയെ ക്ഷണിച്ചു എന്ന് എഴുതിയിട്ടില്ല. അതല്ല എൻ്റെ ചിന്താവിഷയം. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലെ ഒരു ബന്ധുവാണ്. അതാണ് ഈ കാതലിക്ക് ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ട്, കത്തോലിക്കത്. അതിനകത്ത് ഈ പറഞ്ഞേക്കാം അമ്മ അവരുടെ ബന്ധുവായിരുന്നു എന്നൊക്കെയാണ് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബൈബിളിലല്ല, അവരുടെ വേറെ ഗ്രന്ഥങ്ങൾ. അതെന്തും ആവട്ടെ, യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 11-ാം വാക്യം. ആ ആ ആ മതി. കാനാവിലെ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണത്തിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്താണ് മഹത്വത്തിൻ്റെ ധനമെന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് ഈ സംഭവം. ഈ കാനായിലെ കല്യാണം ഒരു നിസ്സാര സംഭവമല്ല. അത് അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനമായി ചെയ്തതാണ്. തൻ്റെ മഹത്വത്തിൻ്റെ വളരെ വ്യക്തമായി തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. 3-ാം നാളാണ് കാനായിൽ വരുന്നത്. അതിന് പിന്നിലെ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് പോകുന്നില്ല. 3-ാം നാൾ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അടയാളങ്ങളുടെ ആരംഭമായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് ഓരോരോ വാക്കി പറഞ്ഞങ്ങ് നിർത്താം. കാനായിൽ സംഭവിച്ചത് എന്താണെന്നറിയാം. അവരുടെ വീട്ടിൽ ഒരു സാധനം കുറഞ്ഞുപോയി, പ്രധാനപ്പെട്ട ഒരു ഐറ്റം. യഹൂദന്മാരുടെ വിവാഹം 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഈ സാധനം എന്ന് പറയാൻ മുന്തിരിച്ചാറ്. നമ്മൾ വരുമ്പോൾ ഡ്രിങ്ക്സ് കൊടുക്കുന്ന പോലെ അവിടെ ഇവിടെ ചായ കൊടുക്കുന്ന പോലെയുള്ള അല്ല, അവിടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതെല്ലാ ദിവസവും വേണം. ഒരു ഐറ്റം, ഒരു വിഭവം തീർന്നു എന്നുള്ളതാണ്. അതും നമുക്കറിയാം. അതിനെ വർദ്ധിപ്പിച്ച് ദൈവം നൽകിയ ചരിത്രവും അവിടെയാണ്. അവിടെ നടന്ന ഏതാനും ചില ആന്തരിക കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. എന്താണ് ദൈവം അവിടെ ചെയ്തത്? പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക അല്ലായിരുന്നോ? പച്ചവെള്ളം വീഞ്ഞാക്കുകയായിരുന്നു. തൻ്റെ 1-ാമത്തെ മഹത്വം വെളിപ്പെടുത്തുന്നത് കാനായിലെ കല്യാണ അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ 1-ാമത്തെ മഹത്വം വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? സൃഷ്ടിയുടെ മേൽ ദൈവിക അധികാരം കാണിക്കുകയായിരുന്നു. ജലം സകലതും പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവം നൽകിയതാ. അതിനുമേൽ തനിക്ക് അധികാരമുണ്ടെന്ന് ദൈവം കാണിക്കുകയായിരുന്നു തൻ്റെ 1-ാമത്തെ അടയാളം. തൻ്റെ 1-ാമത്തെ അടയാളം പ്രപഞ്ചത്തിന് മേൽ ദൈവത്തിൻ്റെ അധികാരം, സൃഷ്ടിയുടെ മേൽ ദൈവത്തിന് അധികാരം, പ്രപഞ്ച വസ്തുക്കളുടെ മേൽ ദൈവത്തിന് അധികാരം. അവൻ കാറ്റിനെ നിയന്ത്രിച്ചു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, കടലിൻ്റെ മുകളിൽ കരയിൽ എന്ന പോലെ നടന്നു. പ്രപഞ്ചത്തിൻ്റെ മേൽ, സൃഷ്ടിയുടെ മേൽ ദൈവത്തിൻ്റെ അധികാരം കാണിക്കുന്ന അടയാളം, അടയാളങ്ങളുടെ ആരംഭം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ അടയാളം, ഹല്ലേലൂയ, അവൻ ക്രമത്തെ മാറ്റുന്നു. നാം കണക്ക് കൂട്ടിയിരിക്കുന്ന ക്രമത്തെ മാറ്റുന്നു. നിന്റെ കണക്ക് കൂട്ടലിൽ നീ ഹതാശനായിരിക്കുമ്പോൾ, ഈ സാധനം തീർന്നുപോയി ഇനി നടക്കില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇനി വീഞ്ഞുണ്ടാക്കാൻ പോയാൽ കിട്ടത്തുമില്ല, വാങ്ങാൻ പോയാൽ ഇത്രയും ജനങ്ങൾക്കും കൊടുക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ ക്രമം, നിന്റെ ചിന്ത, നിന്റെ കണക്ക് കൂട്ടലിൻ്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് നിന്റെ മുന്നിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3-ാമതായി ദൈവം പറയുന്നത് ഹല്ലേലൂയ, ജീസസ് ബൈപ്പാസസ് ദ നാച്ചുറൽ ടൈമിംഗ് എന്ന. ദൈവം ശരിയായ സമയത്തെ മാറ്റി ക്രമീകരിക്കുന്നു. യേശു തൻ്റെ അമ്മയോട് പറഞ്ഞില്ലേ, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. എൻ്റെ പരസ്യ ശുശ്രൂഷ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ചെയ്യേണ്ട പരസ്യ ശുശ്രൂഷയുടെ സമയം ഇതുവരെ ആയിട്ടില്ല. അത് കഴിഞ്ഞ് അങ്ങനെ ഒക്കത്തിലിടാം, നീ അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തിലിടാം മോനെ, നമ്മുടെ വീടല്ലേ, നമ്മുടെ ബന്ധുക്കളല്ലേ, എന്തെങ്കിലും ചെയ്യണമെന്നല്ലോ അമ്മ പറഞ്ഞു. അത് കേട്ടിട്ട് അന്നേരം സ്ഥലം വിട്ടു. ഇവൻ എന്തേലും പറയുന്നെങ്കിൽ ചെയ്യുക, ഞാൻ കൈയൊഴിഞ്ഞിരിക്കുന്നു. മധ്യസ്ഥം വേണ്ട എന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു രംഗമാണ് കാനായിലെ കല്യാണം.
മധ്യസ്ഥത്തിന് ഒരു വാല്യൂമില്ല. മധ്യസ്ഥൻ ഞാൻ എടുക്കത്തില്ല, ഇന്ത സാധനം ഇങ്ക എടുക്കമാട്ടെ എന്ന് പറയത്തില്ല തമിഴിൽ. ഇത് ഇവിടെ എടുക്കത്തില്ലെന്ന് യേശു വ്യക്തമാക്കുന്ന ഒരേ ഒരു വാക്യം, ഒരേ ഒരു മേഖലയാണ് ഈ കാനാവിലെ കല്യാണം. ഇവൻ പറയുന്നത് കേക്ക്, എൻ്റെ കാര്യത്തിൽ ഇനി എന്നോട് പറഞ്ഞിട്ട് സംഭവം ഒന്നും നടക്കത്തില്ല. മാതാവ് കൈയൊഴിഞ്ഞത്. ഇതിനെ നേരെ തലതിരിച്ചാണ് ചില സമുദായങ്ങൾ പറയുന്നത്. അത് പോട്ടെ, അതല്ലല്ലോ നമ്മുടെ ചിന്ത. അവൻ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് നിർദ്ദേശം കിട്ടി തൻ്റെ പ്രവർത്തനങ്ങൾ, പരസ്യ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങളെ തുടങ്ങുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളായി ചെയ്യേണ്ടതായ സമയത്തിന് ഇനിയും ഒരു സമയമുണ്ട് എന്ന് താൻ ദൈവത്തിൽ സമർപ്പിച്ച്, പിതാവിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടിട്ട്, നിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട്, നിൻ്റെ അവസ്ഥ കണ്ടിട്ട്, നിൻ്റെ ഇല്ലായ്മ കണ്ടിട്ട്, നിൻ്റെ കുറവ് കണ്ടിട്ട്, നിൻ്റെ ബലഹീനത കണ്ടിട്ട്, എന്നാൽ ഈ സമയം ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്, എന്നാൽ ഈ അവസ്ഥ ഞാനൊന്ന് മാറ്റാൻ പോവുക, എന്നാൽ ഈ അവസ്ഥ ഞാനൊന്ന് മാറ്റാൻ പോവുക, എന്നാൽ നീ ചിന്തിച്ച കണക്കുകൂട്ടലിന്റെ അവസ്ഥ ഞാനൊന്ന് മാറ്റാൻ പോവുകയാ. വെള്ളം കോരി നിറയ്ക്കുക. ഹി ബൈപാസ് ദ നാച്ചുറൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്തെ ബൈപ്പാസ് ചെയ്ത് പോകാൻ കഴിവുള്ളവനാ ദൈവം. നീ ചിന്തിച്ചു കഴിഞ്ഞു, നമ്മളാന്നേ പറയാം ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് കൊടുക്കുക. സദ്യ വിളിച്ച് ചില സാധനം ഇല്ലെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞു വിടുമോ? അവിടെ ഉള്ളത് കൊടുത്തു വിടല്ല, ഇപ്പം എന്തോ ചെയ്യാനാ? അങ്ങനെ ദൈവം കർത്താവിനെ നീ ക്ഷണിച്ചിട്ടുണ്ടോ? ദൈവത്തെ ജീവിതത്തിൽ ക്ഷണിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ ക്ഷണിച്ചിട്ടുണ്ടോ? അവൻ നിന്റെ സമയം മാറ്റും, നിന്റെ കണക്കുകൂട്ടൽ മാറ്റും, നിന്റെ കണക്കുകൂട്ടലിന് അതീതമായി അവൻ പ്രവർത്തിക്കും. നീ ക്ഷണിച്ച്, യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും അതിന് ക്ഷണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തുകയാണ്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം, യേശു ചെയ്ത ആദ്യത്തെ അടയാളം, ജീവിതത്തിൽ യേശു പരസ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യേശു ചെയ്ത ആദ്യത്തെ അടയാളം ആഴക്കടലിനെ രണ്ടായിട്ട് വിഭജിക്കുന്നതല്ലായിരുന്നു, പാറയെ വടികൊണ്ടടിച്ച് വെള്ളം പുറപ്പെടുവിക്കുന്നതല്ലായിരുന്നു. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം, ഹല്ലേലൂയ, മരുഭൂമിയിൽ മന്ന പൊഴിക്കുന്നതല്ലായിരുന്നു. യഹോവ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഇടനാഴി എന്ന് പറയുന്നത്. യേശു ചെയ്ത ആദ്യ അത്ഭുതം കടലിനെ രണ്ടായി വിഭജിക്കുന്നതല്ലായിരുന്നു. യേശു ചെയ്ത ആദ്യ അത്ഭുതം ഒരു പാവം പിടിച്ചവൻ്റെ വീട്ടിലെ കുറവ് പരിഹരിക്കുന്നതായിരുന്നു. യേശു ചെയ്ത ആദ്യ അത്ഭുതം ഒരു പാവം പിടിച്ചവൻ്റെ വീട്ടിലെ ഇല്ലായ്മ പരിഹരിക്കുന്നതായിരുന്നു. യേശു ചെയ്ത ആദ്യ അടയാളം. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ, നിങ്ങളെ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു കർത്താവാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഇവരുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ മനുഷ്യനോടുള്ള കരുണ. നാലാമത്തെ വിഷയമെന്ന് പറയുന്നതാണ് ദൈവത്തിന് മനുഷ്യരോടുള്ള കരുണ. നിന്റെ മേൽ കരുണ തോന്നിയാൽ കാലത്തെ അവൻ മാറ്റി നിനക്ക് അനുകൂലമാക്കും. നിന്റെ മേൽ കരുണ തോന്നിയാൽ അവസ്ഥയെ മാറ്റി നിനക്ക് അനുകൂലമാക്കും. നിന്റെ മേൽ കരുണ തോന്നിയാൽ ഹാലിലെ നിലവാരത്തെ മാറ്റി അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ മേൽ ദൈവത്തിന് കരുണ തോന്നിയാൽ നിന്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ അവൻ മാറ്റും. നിന്റെ മേൽ കരുണ തോന്നിയാൽ നീ വ്യാകുലപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മേൽ അവൻ സമയം മാറ്റി പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേൽ കരുണ തോന്നിയാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മയുടെ ലജ്ജയെ മാറ്റുവാൻ, ഹല്ലേലൂയ, നിന്റെ കുറവുകളെ മാറ്റുവാൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നൊരു കർത്താവ്. ക്രിസ്തു യേശുവിൽ. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ധനത്തോടെ, എനിക്ക് സമൃദ്ധിയോടെ ഇരിക്കാനും അറിയാം, ഞെരുക്കത്തിലിരിക്കാനും അറിയാം, വയറ് നിറഞ്ഞിട്ടിരിക്കാനും അറിയാം, പട്ടിണിയിലിരിക്കാനും അറിയാം. എന്നെ ശക്തനാക്കുന്നവൻ ഒരുവനുണ്ട്, അവൻ മുഖാന്തരം ഞാൻ ഇതിനെല്ലാം മതിയായവനാ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആ വലിയൊരു സമാധാനം, കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ, നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആത്മാവിൻ്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് വിശുദ്ധ വചനം പറയുന്നു.
ആത്മാവിൻ്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അത് തിരിച്ചറിയുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഫിലിപ്പിയ ലേഖനം അവസാനിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് ആശീർവാദം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ബലപ്പെടുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുവാൻ, ഹല്ലേലൂയ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ അവിടേക്ക് തിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടേക്ക് തിരിക്കണം. അതാണ് മറിയ പറഞ്ഞത്. ഇവൻ പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. അവിടേക്ക് തിരിക്കുമ്പോൾ നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവം, ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ഈ അനുഗ്രഹീത വചനങ്ങളാൽ ഓരോ വ്യക്തികളെയും, ഓരോ ഭവനത്തെയും, ഭവനത്തിലുള്ള പൈതങ്ങളെയും, അവരുടെ ആവശ്യങ്ങളെയും, കൂട്ടായ്മയെയും, ദാസനെയും, സകല വ്യക്തികളെയും ദൈവത്തിൽ അനുഗ്രഹകരമായി കൃപയാൽ സൂക്ഷിച്ച് വർദ്ധിച്ച് ബലപ്പെടുത്തി കൃപയിൽ നിറച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ മക്കളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ സൂക്ഷിച്ചാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ, യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.